ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിന്റെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ പരമ്പര ഇഷ്ടം മാത്രം അതിന്റെ ക്ലൈമാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ഇഷിത എടുത്ത് ഡോക്ടർ ദേവിക പറയുന്നുണ്ട്, ആദ്യം ഞാൻ വിചാരിച്ചത് കുഞ്ഞിന്റെ മുഖത്ത് പാറ്റേനെയും പല്ലിനെയൊക്കെ അടിക്കുന്ന സ്പ്രേ വെച്ചിട്ടാണ് എന്തോ ചെയ്തത്. പക്ഷെ ഇത് അങ്ങനെയല്ല, അതിനേക്കാളും മാരകമായിട്ടുള്ള എന്തോ ഒരു സംഭവമാണ് കുഞ്ഞിന് സ്പ്രേ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ലാബിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് വരുമ്പോഴേക്കും പറയുന്നതായിരിക്കും. പിന്നെ പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കേസൊക്കെ പോലീസിൽ അറിയിക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് പോലീസിൽ അറിയിച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഇഷിതാകെ ഷോക്ക് ആയിട്ടിരിക്കുക കേട്ടോ. ദേവിക പറയുന്നുണ്ട്, ഡോക്ടർ ഇഷിത നിങ്ങളിങ്ങനെ ടെൻഷൻ ആവല്ലേ, നോക്ക് ഈ സമയത്ത് ധൈര്യത്തോടെ നിൽക്കണം. നോക്ക് ഡോക്ടർ ഇഷിതയുടെ കുഞ്ഞിന് ഒരിക്കലും നഷ്ടപ്പെടില്ല. ആ ഒരു ആത്മവിശ്വാസം എപ്പോഴും കൂടെ വേണം. ഞങ്ങളുടെ പരമാവധി കഴിവിന്റെ മാക്സിമം ഞങ്ങളും ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. അതിനുശേഷം മഞ്ജും അവിടെ ഇരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറം തന്നെയാണ് മഹേഷ് ഇരിക്കുന്നത്. മഹേഷ് അങ്ങ് ഭ്രാന്ത് പിടിച്ചിരിക്കുക കേട്ടോ. മഹേഷിന്റെ അടുത്തേക്ക് ആദി വരുന്നുണ്ട്. ഡാഡി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മഹേഷ് ആദിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ആദി പറയുന്നുണ്ട്, ഡാഡി ഇത് ചെയ്തതാരാന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ ഡാഡി. നമ്മുടെ കുഞ്ഞു അവിടുത്തെ ആരാണ് ഇത്ര വലിയ ദ്രോഹം ചെയ്തതെന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ. പോലീസുകാർ എപ്പോഴാ വരാ, എനിക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദി മഞ്ജുമയുടെ മുഖത്തേക്ക് നോക്കാണ്. മഞ്ജുമ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക കേട്ടോ. മഹേഷ് മനസ്സിലായി മഞ്ജുമ തന്നെയാണ് ആളെന്ന്. അതുകൊണ്ട് തന്നെ മഹേഷ് പറയുന്നുണ്ട്, മോനെ പോലീസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ സാധിക്കില്ല. ഇപ്പോഴാണ് അതിനെ പറ്റിയ സമയം. ഞാനിവളെ വെറുതെ വിടില്ല, എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് മഞ്ജുമയുടെ കഴുത്തിനെ കയറി പിടിക്കണം. പോയി ചാവടി നീ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് നീ ജീവിക്കാന്ന് വിചാരിച്ചിട്ട് സുഖമായിട്ട്. എന്തിനാണ് ഈ ദ്രോഹം ചെയ്തത്? ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി? മഹേഷ് ഞാനല്ല മഹേഷ് എന്ന് പറയാണ്. അപ്പൊ മഹേഷിന് അവിടുത്തെ ഹോസ്പിറ്റലിലെ ആൾക്കാരൊക്കെ പിടിച്ചു മാറ്റാണ് ചെയ്യേണ്ടത്. അപ്പോഴേക്കും അവിടെ പോലീസ് വരുന്നുണ്ട്. പോലീസ് എന്നിട്ട് മഹേഷിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണ് മഹേഷ് ചന്ദ്രൻ അല്ലേ? അതെ. കുഞ്ഞിനിപ്പോ എങ്ങനെയുണ്ട്? ഒന്നും പറയാനായിട്ടില്ല. അല്ല, നിങ്ങൾ എവിടെ പോയതായിരുന്നു? ഞങ്ങളൊന്ന് പുറത്തു വരെ പോയതായിരുന്നു. അപ്പൊ കുഞ്ഞിന്റെ അമ്മയോ? കുഞ്ഞിന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു. കൊള്ളാം, ചെറിയ കുഞ്ഞെ വെച്ചിട്ടാണോ മിസ്റ്റർ നിങ്ങൾ പുറത്തൊക്കെ പോണത്? അതും പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ വരണോന്ന് അറിയില്ലേ? സർ, ഞങ്ങൾ പോയിട്ട് അരമണിക്കൂർ പോലും ആയില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയാണ് ചെയ്തത്. എന്റെ വീട്ടിൽ നോക്കാൻ ഒരുപാട് പേരുണ്ട്. പിന്നെ എന്റെ വൈഫ് ഇഷിതയുടെ വീടും ഫ്ലാറ്റും തൊട്ടപ്പുറം തന്നെയാണ്. എല്ലാവരും കൂടെ ഉണ്ടല്ലോ എന്നൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ പുറത്തേക്ക് പോയത്. എന്നിട്ട് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് കുട്ടിയുടെ മുഖത്ത് എന്തോ മാരകമായ എന്തോ സ്പ്രേ ചെയ്തെന്നാണ്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ ആ സമയത്ത് വീട്ടിൽ ആരൊക്കെയാ ഉണ്ടായിരുന്നത് എന്ന് മഹേഷിനോട് ചോദിക്കുകയാണ്. മഹേഷ് പറയണ്ട്, എന്റെ ഈ പെങ്ങളെന്ന് പറഞ്ഞ ഈ അസുര ജന്തു മാത്രമേ സർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിക്കുകയാണ്. ഓഹോ, അത് ശരി, അപ്പൊ ഇവരായിരിക്കും വില്ലെത്തി, അല്ലെങ്കിൽ ഇവർക്ക് സത്യങ്ങൾ അറിയായിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് മഞ്ജിമയോട് ചോദിക്കണ്ട്, എന്താ നിങ്ങളുടെ പേര്? അത് സർ മഞ്ജിമ. മഞ്ജിമ എന്തിനാ മഞ്ജിമ ആ പിഞ്ചു കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്തത്? അയ്യോ സർ, ഞാനൊന്നും ചെയ്തില്ല, സത്യമായിട്ടും ഞാനത് ചെയ്തില്ല, എനിക്കൊന്നും അറിയാനും പാടില്ല. കൊള്ളാം, ആ വീട്ടില് കുഞ്ഞും നിങ്ങൾ മാത്രമല്ലേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ? അതെ, കുഞ്ഞും ഞാനും മാത്രമേ ഉണ്ടായുള്ളൂ. എന്നിട്ട് കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലെ? അത് സർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ശരി മഞ്ജിമടുത്ത് ഇങ്ങനെ ചോദിച്ചാൽ മറുപടി പറയില്ലെന്ന് എനിക്ക് നന്നായിട്ടും അറിയാം, നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, മഞ്ജിമ വണ്ടിയിൽ കയറ്. സാർ, അത് പിന്നെ ഞാൻ വണ്ടിയിൽ കയറും മഞ്ജിമേ. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ മഞ്ജിമയുടെ വായിന്ന് പറയുന്ന പോലെ മറുപടി പറയും എന്ന് പറഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും അവിടേക്ക് ആകാശ് മേനോൻ വരുവാട്ടോ. എക്സ്ക്യൂസ് മീ സർ എന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ അടുത്തേക്ക് വരുവാണ്. നിങ്ങളാരാ? സർ, എന്റെ പേര് ആകാശ് മേനോൻ എന്നാണ്. മഹേഷിനെയും കുടുംബത്തേക്ക് വർഷങ്ങളായിട്ട് എനിക്കറിയാം. മഹേഷിന്റെ ഈ ആദ്യ മോൻ ആദി എന്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞ 5-6 കൊല്ലം താമസിച്ചിരുന്നത്. ഇവന്റെ മമ്മി എന്റെ കൂടെയാണ്. ഓഹോ, അങ്ങനെയാണ് കാര്യങ്ങൾ. അതെ സർ, ഇവനെ കോടതി 1 മാസമായിട്ടുള്ളൂ മഹേഷിന്റെ കൂടെ വിട്ടിട്ട്. ഇവന് ചെറിയൊരു പ്രശ്നമുണ്ട് സർ. പ്രശ്നമോ? എന്ത് പ്രശ്നം? മഹേഷിന് അതൊക്കെ കേട്ട് ദേഷ്യം വരും കേട്ടോ. ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട് പോലീസിനോട്, അത് ഇവനെക്കാളും കൂടുതലായിട്ട് ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇവനത് സഹിക്കില്ല. ഇവന്റെ മമ്മീനെ ഇവൻ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇവന്റെ അനിയത്തി ഉണ്ടല്ലോ ചിപ്പി, ഈ ലോകത്ത് അവന് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് അവന്റെ ചിപ്പിനെ മാത്രമാണ്. ഇപ്പൊ ഒരു കുഞ്ഞുവാ വന്നത് അവന്റെ മമ്മിയിലല്ല, ഇഷിതയിലുണ്ടായ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനോട് തീരാത്ത ദേഷ്യവും പകയും ഈ ആദിക്കുണ്ട്. കാരണം അവനും ചിപ്പിക്കും കിട്ടേണ്ട സ്നേഹം ആ കുഞ്ഞു പങ്കിട്ടു പോകുന്നുള്ള ദേഷ്യത്തിൽ ഈ ആദ്യം പറഞ്ഞ ഈ പരട്ട ചെറുക്കനാണ് പോലീസ് ഈ ഒരു കൂര കൃത്യം ചെയ്തത് എന്ന് ആകാശ് പറയാണ്.
അത് കേട്ട് ആദി ഞെട്ടി നിൽക്കാണില്ല, ഞാൻ ഒരിക്കലും എന്റെ കുഞ്ഞാവന അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോഴേക്കും മഹേഷ് വേണം മോനെ നീ നീങ്ങി നിൽക്കുന്ന പെട്ട ആകാശിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആകാശിന്റെ മുഖത്തിൽ ഒറ്റയടി വെച്ച് കൊടുക്കാണ്. അലവലാതി എന്തു പറഞ്ഞൂടാ നീ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് മഹേഷ്, ഇവൻ ആരും കൊല്ലാനും മടിക്കില്ല, നാണില്ലാത്തവനെ, നീ ഇതുപോലത്തെ വർത്താനം പറഞ്ഞ നാവ് ഞാൻ പിഴുതെടുക്കും എന്ന് പറയാണ്. മഹേഷ് ഞാൻ പറഞ്ഞ നീ ഒന്ന് കേക്ക്, ഞാൻ മുമ്പേ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവന് ഒരു പ്രത്യേകതര സ്വഭാവമുണ്ട്, ഇവൻ എന്ത് എപ്പ ചെയ്യുമെന്ന് ഇവനെ പോലും അറിയില്ല, അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട് ഈ പയ്യന്. ഞാൻ അന്നേ മഹേഷിനോട് പറഞ്ഞാണോ ഇത് എന്തോ വലിയ ദുരന്തത്തിലേക്കാണ് മഹേഷ് ഇവനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോണെന്ന്. കണ്ടില്ലേ ആയിഷിത പാവം ആറ്റു നോറ്റുണ്ടായ കുഞ്ഞല്ലേ, ആ കുഞ്ഞിന് ഇങ്ങനത്തെ ഒരു ദുർവിധി ഉണ്ടായത്, മതിയുടെ നിർത്തിടാന്ന് പറഞ്ഞിട്ട് മഹേഷ് പിന്നെ ആകാശോട്ട് ഭയങ്കര അടിയും വഴക്കൊക്കെ ഉണ്ടാണ്. പിന്നെ പോലീസുകാരൊക്കെ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. ശേഷം മഞ്ജുവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് അവിടെ നിന്ന് പോകാണ്. മഞ്ജുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വനിതാ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, മുഖത്തൊക്കെ കുറെ അടിക്കുന്നുണ്ട്. അവസാനം മഞ്ജുമ ഞാൻ സത്യം പറയാം എന്ന് പറഞ്ഞിട്ട് സത്യങ്ങൾ അങ്ങോട്ട് തുറന്ന് പറയാണ്. അത് എനിക്ക് സത്യമായിട്ടും ഒന്നും അറിയില്ല, വീട്ടില് ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെയാ അച്ഛനും അമ്മേനെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചത്. അതെന്തിനാ നീ അങ്ങനെ ചെയ്തത്? അത് എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു. ഓഹോ, ഈ പ്രായത്തിൽ പ്രണയം, അതിനെ പ്രണയം എന്ന് പറയാൻ പറ്റുമോ മഞ്ജുമേ? പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ്, ഒരു സത്യസന്ധമായിട്ടൊരു സംഭവമാണ്. പക്ഷേ മഞ്ജുമ ചെയ്തത് പ്രണയമല്ല, വെറും ഒരു കാമം തീർക്കൽ. ബാക്കി പറ. അത് അജിത്ത് എന്നാണ്, മെഡിക്കൽ റെപ്പാണ്. ഓഹോ, എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു ക്ഷണിച്ചു, എന്നിട്ട് കുഞ്ഞു ഉറങ്ങുന്നത് കൊണ്ട് തന്നെ വാതിലടച്ചില്ല. അജിത്ത് വന്നപ്പോഴേക്കും ഞാനും അജിത്തും കൂടി എന്റെ റൂമിലേക്ക് പോയി. മതി ഇനി ബാക്കിയൊന്നും പറയണ്ട, അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് പറ. അത് പെട്ടെന്നാണ് വാതിൽ ആരോ അടയ്ക്കുന്നതും തുറക്കുന്നതുമായിട്ടുള്ള ഒച്ച കേട്ടത്. അജിത്തിനെ ആരെങ്കിലും കാണുമെന്ന് പേടിച്ചിട്ട് ഞാൻ അജിത്തിനെ റൂമിലെ കട്ടിലടിയിൽ കൊണ്ട് ഒളിപ്പിച്ചു. എന്നിട്ട് കുറച്ചു നേരം 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വന്ന ആള് വാതിലടച്ച് പോകുന്ന ശബ്ദം കേട്ടിരുന്നു. അങ്ങനെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനും അജിത്തും കൂടി റൂമിലേക്ക് പോയി നോക്കിയപ്പോഴാണ് കുഞ്ഞിങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണുന്നത് എന്ന് പറഞ്ഞ പൊട്ടിക്കരയാണ്. ഓഹോ, അപ്പോ അജിത്തിനെയും സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഈ അജിത്ത് എവിടെയുള്ള ആളാണ്, അയാളുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ പറ എന്ന് പോലീസ് പറയുമ്പോൾ മഞ്ജുമ അജിത്തിന്റെ ഫോൺ നമ്പർ കൊടുക്കാട്ടോ. പോലീസ് അപ്പൊ തന്നെ അജിത്തിനെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരണം എന്ന് പറയാണ്. അജിത്ത് അവിടേക്ക് വരുന്നുണ്ട്. പിന്നെ അജിത്തിനെയും മഞ്ജുവിനെ മാറി മാറി ക്വസ്റ്റ്യൻ ചെയ്യാണ് പോലീസുകാര്. അവിടേക്ക് ഇഷിതയും വരുന്നുണ്ട്. ഇഷിതക്ക് മനസ്സിലായി മഞ്ജുമയും അജിത്തൊന്നും അല്ല ഇത് ചെയ്തത്, ആകാശാണെന്ന് ഇഷിതക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മഞ്ജുമേനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വേണ്ടി തന്നെയാണ് ഇഷിത അവിടേക്ക് വരുന്നത്. നമ്മുടെ ക്ലൈമാക്സ് സീൻ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ലൊക്കേഷനിൽ കൊടുത്തേക്കുന്ന അവസാന സീൻ ഈ സീനാട്ടോ. ഇഷിത പോലീസ് സ്റ്റേഷനിൽ വന്ന് മഞ്ജുമേനെ റിലീസ് ചെയ്യുന്ന സീനാണ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇനിയിപ്പോ ഈ ആഴ്ച ക്ലൈമാക്സ് ആയിരിക്കോ എന്നെനിക്ക് സംശയമുണ്ട് കേട്ടോ. അങ്ങനെ മഞ്ജുമ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പൊട്ടിക്കരഞ്ഞിട്ടാണ് മഞ്ജുമ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നത് കേട്ടോ. മാത്രമല്ല ഇഷിതയോട് ചെയ്ത ക്രൂരതകൾക്കെല്ലാം തന്നെ ഇഷിതയുടെ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിച്ച് കെഞ്ചിക്കരയാണ് മഞ്ജുമ. പിന്നെ അജിത്തിനെ അവിടെ നാട്ടി ഓടിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പെണ്ണുങ്ങളെ ചതിച്ചേയും പറഞ്ഞു പറ്റിച്ചേയും കുറ്റത്തിന് അജിത്തിന് നല്ല ശിക്ഷയും കൊടുക്കുന്നുണ്ട്. എന്തായാലും ആകാശാണ് ഇതിന് പിന്നിടുന്നേക്കുള്ള സത്യം മനസ്സിലാക്കുന്ന മഹേഷും ഇഷിതയും ചേർന്ന് ആകാശിന് പോലീസിൽ വലിയൊരു കേസ് കൊടുക്കുകയാണ്. അങ്ങനെ ആകാശ് ജയിലിൽ കിടക്കുകയാണ്. ഈ കേസ് മാത്രമല്ല ഒരുപാട് കേസ് ഉണ്ടല്ലോ. അങ്ങനെ സുമിയുടെ കേസും പൊങ്ങി വരുവാണ്. സുമീനെ കൊന്നത് ആകാശാണെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ എല്ലാ കേസുകളായിട്ടും ആകാശിന് ഇനിയുള്ള ജീവിതം മുഴുവനും ജയിലിൽ തീർക്കാനായിട്ടാണ് വിധി വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ക്ലൈമാക്സ് വരാൻ പോണത്. പ്രിയപ്പെട്ട സീരിയലിന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടം മാത്രം ഈ സീരിയൽ തീരുമ്പോഴേക്കും വേറെ ഏത് സീരിയൽ റിവ്യൂ ഇടാനാണ് ആഗ്രഹം എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. മറ്റൊരു വീട്ടിൽ വരാം. ബൈ ബൈ.